ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു കഞ്ഞിയും കറിയുമായിട്ടാണ് അമ്മ വരുന്നത് കേട്ടോ. അപ്പൊ കർക്കിടക മാസമൊക്കെ തുടങ്ങി നാട്ടിൽ നല്ല മഴയും രാത്രിയിൽ ഇതൊക്കെ ഒന്ന് കുടിച്ചാൽ വയറിനൊരു സുഖമല്ലേ. അപ്പോൾ നല്ല നാടൻ ഉലുവ കഞ്ഞിയും അതിനൊപ്പം അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചെറുപയറും ഏത്തക്കായും ചേർത്തിട്ടുള്ള ഒരു കറിയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇത് നല്ല ചൂടോടുകൂടി തന്നെ പ്ലാവിലയിൽ കോരി കുടിച്ചാൽ എന്താ ഒരു സുഖമല്ലേ. അപ്പോൾ കഞ്ഞിയും കറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. റെഡ് സബ്സ്ക്രൈബ് ബട്ടന്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചൂടോടെ ഈ കഞ്ഞി പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അമ്മയുടെ കഞ്ഞിയും ചെറുപയർ കറിയും കണ്ടിട്ട് വരാം. ഇപ്പോൾ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് കുത്തരി മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി അങ്ങ് ചേർക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഒരു 6 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുക്കറടച്ച് ഒരു 4-5 വിസിൽ വേണ്ടി വരും ഒന്ന് നന്നായി വെന്ത് വരാനായിട്ട്. ഇതിപ്പോൾ ഒരു 6 വിസിൽ വന്നിട്ടുണ്ട്, സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കഞ്ഞി ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. നമുക്ക് കോരി കുടിക്കാവുന്ന ഒരു പരുവമാവണമല്ലോ. വീണ്ടും നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇതാണ് ആ കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഉലുവായും നെയ്യും തേങ്ങയും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി സ്വാദാണ്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് കഞ്ഞി അടച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം, ക്യുമിൻ സീഡ്സ്. ഒരു 6 പച്ചമുളക്, അത് കുറച്ച് പഴുത്ത പച്ചമുളകാണ് കേട്ടോ, അതും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വളരെ ചെറിയ വെളുത്തുള്ളി അല്ലി, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. 3 ചെറിയ ഉള്ളി, അതും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൽച്ചട്ടി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കൽച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര വർഷമായ കൽച്ചട്ടിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 3 ഗ്ലാസ് ചെറുപയർ കഴുകി ഓവർനൈറ്റ് ഞാൻ കുതിർത്തെടുത്തതാണ്, വെള്ളമൊക്കെ മാറ്റിയതാണ്. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്താൽ നന്നായിരിക്കും. കാരണം നമ്മൾ കുക്കറിലല്ലല്ലോ ഇത് വേവിക്കുന്നത്. ഇതിനി കൽച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 പച്ച ഏത്തക്കയാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളം മാറ്റിയ ശേഷം അതും കൂടി പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ പയറും കായും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറൊന്ന് കഴുകി ആ അരപ്പിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അല്പം ഉപ്പും കൂടി വേണം, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ ഇത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കറി അങ്ങ് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കടുക് താളിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട്. ഒരു 2 മിനിറ്റ് കൂടി ഒന്നുകൂടി തിളച്ച് വന്നോട്ടെ അരപ്പൊക്കെ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരു തട്ക പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 10-12 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം.
ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം 2-3 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കാം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇനി ഇത് കരിഞ്ഞു പോകും. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ആ ചൂടിലിരുന്ന് ആ മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിങ്ങനെ തന്നെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ നമുക്കിത് വിളമ്പാം. ആവി പറക്കുന്ന ഉലുവ കഞ്ഞിയാണ്. നമ്മുടെ വാഴയില കൊണ്ട് കുമ്പിൾ കുത്തിയതാണ്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് പയറുകറിയാണ്. കൂട്ടത്തിൽ പപ്പടം ചുട്ടതുകൊണ്ട്. ഇനി കഞ്ഞി കോരി കുടിക്കാനായിട്ട് നല്ല പഴുത്ത പ്ലാവില കൊണ്ടുള്ള സ്പൂണും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെയല്ലേ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. നല്ല ചൂട് കഞ്ഞിയും പയർ കറിയും ചുട്ട പപ്പടവും പ്ലാവില കൊണ്ടുള്ള സ്പൂണും എല്ലാം കൂടി അങ്ങ് ഒത്തുചേരുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ രാത്രി ഭക്ഷണത്തിന് ഇതിലും കൂടുതൽ എന്താണ് വേണ്ടതല്ലേ? കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനുമില്ല. ഞാൻ എന്തായാലും ചൂടോടുകൂടി അല്പം കഞ്ഞി ഒന്ന് കുടിക്കട്ടെ. നല്ല വരട്ടിയ നാരങ്ങ അച്ചാറാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്. ഈ ഒരു റെസിപ്പിയും പുറകെ തന്നെ എത്തും കേട്ടോ. ആ പയറ് കറിയും കൂട്ടി ആ പ്ലാവില കൊണ്ട് കോരി ഒന്ന് കുടിക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചുട്ട പപ്പടം ഒന്ന് കടിക്കാം. എന്താണ് പറയാൻ, പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. എന്തായാലും മഴയുള്ള ഈ ഒരു കർക്കിടക മാസത്തിലേക്ക് പറ്റിയ ഒരു ഉലുവാക്കഞ്ഞിയും പയറുകറിയുമാണ്. ഈ പ്ലാവിലയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഓർമ്മകളുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ ചെറുതിലെയൊക്കെ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങളോടാണ് പറയുന്നത്, പറമ്പിൽ പോയി നല്ല പഴുത്ത പ്ലാവില നോക്കി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ പോയി തപ്പി എടുത്തുകൊണ്ട് വരുന്ന ഒരു പരിപാടിയൊക്കെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്തായാലും ഒത്തിരി ഓർമ്മകളുണ്ട് ഈ ഒരു കഞ്ഞി ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമ്പം. ഈ ഒരു രീതിയിൽ രാത്രി ഭക്ഷണം കഴിച്ചു നോക്കുക, വയറിനും വളരെ സുഖമായിരിക്കും. എന്തായാലും ഇന്നത്തെ കഞ്ഞിയും കറിയും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഇടാൻ മറക്കണ്ട. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മറക്കണ്ട. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി, ഗുഡ് ബൈ.